NSSന്റെ സ്ഥാപകൻ ആരാധറിയാമോ? NSSന്റെ സ്ഥാപകൻ മന്നത്തു പത്മനാഭനാണ്. ആരാണ്? മന്നത്തു പത്മനാഭനാണ്. അതുപോലെ തന്നെ ഇത് NSSന്റെ കലണ്ടറാണ്. NSSന്റെ കലണ്ടറാണ്. 2026 കലണ്ടറാണ്. അതുപോലെ തന്നെ SNDPയുടെ സ്ഥാപകൻ ആരാധറിയാമോ? SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുദേവനാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അതുപോലെ തന്നെ ഈഴവ മഹാസഭയുടെയും മലബാർ എക്കണോമിക് യൂണിയന്റെയും സ്ഥാപകൻ ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? TK മാധവൻ. ആരാണ്? TK മാധവൻ. അതുപോലെ അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജത്തിന്റെ സ്ഥാപകൻ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠം സ്വാമികൾ. ആരാണ്? വൈകുണ്ഠം സ്വാമികൾ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണ്? VT ഭട്ടതിരിപ്പാട്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവൻ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ്. ആരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ്. അതുപോലെ സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പനാണ്. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ ആലത്തൂരിനടുത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചതാരാണ്? ആലത്തൂരിനടുത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരുടെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. ആലത്തൂരിനടുത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ തന്നെ ആനന്ദ മഹാസഭ സ്ഥാപിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. ഐക്യ കേരള മുസ്ലിം സംഘം സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ജാതി നാശിനി സഭ സ്ഥാപിച്ചതാരാണ്? ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ശ്രീ